നമസ്കാരം. ഞാൻ എ ജോസഫ്, മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി സതീശനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരള രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മദ്യവിമോചനം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയത് അഡ്വക്കേറ്റ് വി സതീശൻ, ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിജപ്പെടുത്തി. അത് സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യങ്ങൾക്ക് 251% നിലവിലെ നിയമമെങ്കിൽ ഈ വീര്യം കുറഞ്ഞ 20% താഴെയുള്ള മദ്യത്തിന് അദ്ദേഹം 120% കുറച്ചു. അതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയുണ്ടായി. ഞങ്ങളടക്കം ശക്തമായി പ്രതിഷേധിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചാൽ കൂടുതൽ ചെറുപ്പക്കാർ, കുട്ടികൾ, സ്ത്രീകളൊക്കെ മദ്യപാനികളായി മാറും. കടുത്ത മദ്യപാനികളായിട്ടുള്ള ആളുകളുടെ മദ്യപാനത്തിലേക്കുള്ള നഴ്സറി സ്കൂളാണ് വീര്യം കുറഞ്ഞ മദ്യങ്ങൾ. അതിലേക്ക് വന്നാൽ നമ്മുടെ അടുത്ത തലമുറ മദ്യപാനികളായി മാറും, ശക്തരായ മദ്യപാനികളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളതിനെ എതിർത്തത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അവരുടെ വിദ്യാർത്ഥികൾ, SFIക്കാർ, അവരുടെ യുവാക്കൾ, DYFIക്കാർ എല്ലാം ജില്ലകൾ തോറും ഈ മദ്യത്തിനെതിരായി ഈ നികുതി 250 നിന്ന് 120 കുറച്ചതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ DYFIക്കാരെയും SFIക്കാരെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും അഭിനന്ദിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ മദ്യം ഒഴുക്കിയത് ഈ ഇടതുപക്ഷക്കാരാണ്. 28 ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ 900 ചില്ലാനും ബാറുകൾ ഉണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്താണ്. മദ്യം വ്യാപിപ്പിക്കാൻ, മദ്യം കുട്ടികളിലും സ്ത്രീകളിലും പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൃത്തികെട്ട കുറേ നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിനെതിരെയൊക്കെ ഞങ്ങൾ അന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ ഇവരന്ന് ചെവി തന്നില്ല, ഞങ്ങൾ അംഗീകരിച്ചില്ല. അതൊന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ആ ആളുകൾ ഇപ്പോൾ UDF 120% നിജപ്പെടുത്തിയപ്പോൾ, നികുതി നിജപ്പെടുത്തിയപ്പോൾ അതിനെതിരെ വലിയ തോതിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന ഒരു പരിപാടിയാണ് അഡ്വക്കേറ്റ് വി സതീശൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത്. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു, UDFിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. മദ്യവിമോചിത കേരളം ഉണ്ടാകണമെങ്കിൽ അതിന് UDF തന്നെ കേരളത്തിലുണ്ടാകണം. ഇപ്പോൾ വി സതീശൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്, ഞാൻ നികുതി നിജപ്പെടുത്തി എന്നല്ലാതെ അതിവിടെ വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും പിന്തിരിയുന്നില്ല. നികുതി നിജപ്പെടുത്തിയത് മാത്രം. ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് UDFിൻ്റെ ഉന്നതാധികാര സമിതിയാണ്. UDF പറഞ്ഞാൽ ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കും, UDF അരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിൽക്കുകയില്ല. ഇത് വളരെ വ്യക്തമാണ്. ഞങ്ങൾക്കിപ്പോഴും UDFിൽ വലിയ പ്രതീക്ഷയാണ്. വി സതീശൻ ബജറ്റ് അവതരണ വേളയിൽ ഇങ്ങനെ ഒരു നയം പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിനെതിരായി എല്ലാ കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് UDFന് 102 സീറ്റുകൾ കിട്ടിയത്. അത് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ പ്രസ്താവന കൊണ്ടല്ല, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മുന്നേറ്റമാണ്. അപ്പോൾ ഒരു ജനകീയ വിഷയമാണിത്. ഇത് പക്കാ രാഷ്ട്രീയമാണ്. ഇതിനെതിരെ കണ്ണടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട്
വി.ഡി. സതീശൻ ഈ വിഷയം മുന്നോട്ട് വെച്ചതിൽ ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇടതുപക്ഷക്കാർ ഇതിനെതിരെ വലിയ ബഹളമുണ്ടാക്കിയതിൽ അവരോടും പ്രത്യേകമായി നന്ദി പറയുന്നു. ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്യത്തിന് അനുകൂലമായ എന്തെങ്കിലും ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ എല്ലാ വിഭാഗം ആളുകളും ശക്തമായി എതിർക്കും എന്ന ഒരു മുന്നറിയിപ്പിന് ഈ ഭരണത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ആളുകൾ പരസ്യമായി ധൈര്യമായി ഈ നയങ്ങൾക്കെതിരെ മുന്നോട്ട് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സത്യമേവ ജയതേ.